ഉണ്ണിയേട്ടൻ ഷെഡ് കയറിയതോടെ സകല പരിപാടിയും താളം തെറ്റി. ഈ എമ്പാടത്തെ ടൂർണമെന്റിന് റഫറി വെക്കാൻ തൃപ്തിയാർന്ന് സുമാരൻ നേരെ കൊണ്ടുള്ള പരിപാടിയാ. അതെ ഉണ്ണിയേട്ടാ, ഉണ്ണിയേന്റെ കയ്യിലെ വീസിലെങ്കില് ടീമർക്ക് അവർ ഉഷാറുണ്ടായേനെ. ഇതുവരെ ഞാൻ ഊതി ഊതി ജയിപ്പിച്ചില്ലേ, ഇത്തവണ തോക്ക്. കളിയിൽ ഇപ്പൊ തോറ്റാലും കുഴപ്പമൊന്നുമില്ല. നാടകത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പ്രയാസം. റിഹേഴ്സൽ 3/4 ഭാഗം തീർന്നല്ലേ. ഡോക്ടർമാരെ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്താമായിരുന്നു. അയ്യടാ, മണ്ടത്തരം പറയാതോ. ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഉണ്ണിയേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് നീക്കി, ആ കട്ടിലെടുത്ത് ഇങ്ങോട്ട് നീക്കിയാ. ചെവിഞ്ഞുണ്ടെന്ന് തന്റെ തന്തയാണ്. അപ്പൊ വേണ്ട അല്ലേ? ടെമ്പറേച്ചർ വളരെ നോർമലാണല്ലോ. അയ്യോ സിസ്റ്റർ, ചൂടായിട്ടില്ല. ഉണ്ണിയേട്ടൻ നല്ല വേദനയുണ്ടല്ലേ? കിടന്നോളൂ, നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാണോടാ സ്നേഹബന്ധം? ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു പോയാ പോരെ? എന്നാ പിന്നെ നിങ്ങൾക്ക് ധൃതി ഉണ്ടേ പൊക്കോളൂ, നാളെ കാലത്ത് വന്നാ മതി. ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല ഉണ്ണിയേട്ടാ. അല്ല, രോഗിക്ക് കുറച്ച് ശുദ്ധവായും വെളിച്ചമൊക്കെ കിട്ടട്ടെ. പൊയ്ക്കോളൂ. എന്നാ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമസ്തേ. ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല. കുട്ടിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല. ഇരിക്കൂ. വേദനയുണ്ടോ? എന്നോട് പിണക്കമാണോ? ഇല്ല. എനിക്കറിയാം പിണക്കമായിരിക്കുന്നു. ഇല്ല. ഞാൻ കാരണമല്ലേ? അയ്യോ അല്ല. എന്നാലും സോറി കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കുട്ടി സോറി പറയുന്നത്? അയ്യോ, ഇഞ്ചക്ഷൻ. ഞാൻ തിരുമ്മി തരട്ടെ? അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വരാം. രാമനുണ്ണിക്കൊരു കമ്പനി ആവുമല്ലോ. ഓക്കെ. അതെ, എന്നെ ഡെവിളെന്ന് വിളിച്ചാ മതി, അതാണ് രസം. ഓക്കെ. ബൈ ഡെവിൾ. ബൈ. ഈ ആക്സിഡന്റ് എന്തിനെങ്കിലുമുള്ള നിമിത്തമാണോ ദൈവമേ? ഒരാഴ്ച ഇതിനകത്ത് കിടന്നപ്പോഴേക്കും 5 കൊല്ലം നഷ്ടപ്പെട്ട പോലെയായി. ഇനി ഇതിന്റെ ക്ഷീണം തീരണമെങ്കിൽ ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉഷാറായിട്ടൊന്ന് കൂവണം. കൂവാനുള്ള നല്ലൊരു ചാൻസ് ഒത്തുവരുന്നുണ്ട്. അതെന്താ? അതെ, ആർട്സ് ഡേ 21 ആ രഞ്ജിത്ലാലിന്റെയും കൂട്ടരെയും വക ഡ്രാമയുണ്ട്. ചലിക്കാത്ത പ്രതിമ. ആ വെട്ടുകിളിയ പ്രതിമ. അവനിപ്പോ രഞ്ജിത്ലാലിന്റെ കൂടെ കൂടിയിരിക്കുക. ഈ കോളേജിൽ വരാത്തന്റെ കുറവ് ശരിക്ക് കാണുന്നുണ്ട്. ആ രഞ്ജിത്ലാൽ പിന്നെയും വെലസ. അവന്റെ വെലസിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതെങ്ങനെ? നമ്മൾ ആ നാടകം മാളൂരെ, ഞാൻ സൂത്രധാരൻ. കളിയാളികളുടെ വരവായി. ഈ നാടിന്റെ പ്രതികരിക്കാത്ത ജനകോടികളുടെ പ്രതീകം, ചലിക്കാത്ത പ്രതിമ, ഒരിക്കലും ചലിക്കാത്ത പ്രതിമ. ചേതനയറ്റ പ്രതിമ. അനങ്ങാ നിക്കടാ.
പണിയാണ് കാണിച്ചത്. അനങ്ങരുത് പറഞ്ഞല്ലടാ. അവളുടെ ഉമ്മുണ്ട് ഏറി കിട്ടിയപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രതിമയായാലും ഞാനൊരു മനുഷ്യനല്ല.